ബിഗ് ബോസ് സീസൺ 6 ഒരാളുടെ ചെറിയൊരു ആക്ടിവിറ്റി കൊണ്ട് എത്ര പ്രശ്നങ്ങളാണ് വരുന്നത്. പറയണത് വേറൊന്നുമല്ല, ഇന്നലെ റോക്കി ഉണ്ടാക്കിയ ഒരു സീൻ, റോക്കി വേഴ്സസ് സിജോ. ആ ചെറിയ ഒരു നേരത്തെ ഒരു മനസ്സിൻ്റെതായ ചാഞ്ചാട്ടം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ ഈഗോ ഇതുകൊണ്ട് നഷ്ടപ്പെട്ടത് 6 വർഷമായിട്ട് വെയിറ്റ് ചെയ്ത് ബിഗ് ബോസിലേക്ക് വന്ന് കിരീടം ഉയർത്തണമെന്ന് ആഗ്രഹിച്ച റോക്കിൻ്റെ ബിഗ് ബോസ് ലൈഫാണ് അവസാനിച്ചത്. കൂടാണ്ട് അതേപോലെ തന്നെ വലിയ താല്പര്യത്തോട് വന്ന നല്ലൊരു ഗെയിമറും കൂടിയായ ഈ രണ്ടുപേരും ഭയങ്കര നല്ല ഗെയിമറാണ്. രണ്ടുപേരും ഫസ്റ്റും സെക്കൻഡും വരാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ഈ രണ്ട്. അപ്പോൾ അങ്ങനെ സാധ്യതയിൽ നിന്ന സിജോയ്ക്കും അത് പരിക്ക് പറ്റി, അത് സർജറി വേണമെന്ന് പറയുന്നു. സിജോ 2 ദിവസമായിട്ട് ഭയങ്കര മൂഡ് ഓഫാണ്. സിജോൻ്റെ ഫേസ് സ്ട്രക്ചർ തന്നെ മാറി, സംസാരം മാറി, ടോട്ടൽ ബിഗ് ബോസിൻ്റെതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ മൊത്തം ഡൗൺ ആയി. അപ്പോൾ ഇങ്ങനെ ഒരവസ്ഥയിലാണ് നിലവിൽ ബിഗ് ബോസ് പോകുന്നത്. ഒരു ചെറിയൊരു ആക്ടിവിറ്റീസ് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണെന്നുള്ളതാണ് നമുക്ക് അതിന് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എന്തായാലും സിജോൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് സിജോൻ്റെ ഫാൻസുകാർക്കും സിജോൻ്റെ ആരാധകർക്കും ബിഗ് ബോസ് ആരാധകർക്കും താല്പര്യമുണ്ട്. അപ്പോൾ സിജോ ഓരോ ലൈവ് വരുമ്പോഴും സിജോനെ കാണിക്കുന്നുണ്ടോ, സിജോ പുറത്തു പോയോ, അങ്ങനെ സിജോ ഒന്ന് എക്സിറ്റ് അടിച്ചെന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. ബിഗ് ബോസ് ഇന്ന് സിജോനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കൺഫെഷൻ റൂമിലേക്കാണ് വിളിച്ച് സംസാരിച്ചത്. സിജോ എന്തായാലും സർജറിക്ക് പോകണം, ചെറിയ സർജറി ആവശ്യമുണ്ട്. അത് പല്ലിൻ്റെ ആണോ മോണയുടെ ആണോ എന്നൊന്നും അറിയില്ല, എന്താണ് സംഭവം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമാക്കിയിട്ടില്ല. അത് ഹൗസിലുള്ളവരോട് പറയരുതെന്നുള്ള രീതിയിലാണ് സിജോയ്ക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിജോ സർജറിക്ക് വേണ്ടിയിട്ട് സിജോൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. കൂട്ടത്തിൽ ബിഗ് ബോസിലുള്ള ആൾക്കാരും സിജോൻ്റെ കൂട്ടത്തിലുണ്ടാവും. ഈ വരുന്നത് പാരൻസ് അല്ല. പാരൻസിനെ വിളിക്കാൻ പറയുമ്പോൾ സിജോ പറയുന്നുണ്ട് അവർ കുറച്ചും കൂടി ഫ്രാജൈലായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ പറഞ്ഞാൽ ദുർബലമായ മനസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ വിളിച്ചാൽ അവർ പേടിക്കും സർജറി എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ടിനെ വിളിക്കാം, ഫ്രണ്ടിൻ്റെ നമ്പർ കൈമാറുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിനോട് കർശനമായിട്ട് പറയണം, അല്ലെങ്കിൽ സിജോയോട് കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ടുമായിട്ട് ഒരു കാര്യം, ബിഗ് ബോസിലുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യരുത് എന്നുള്ളതാണ്. ഹൗസിനുള്ളിൽ ആരോടും ഡിസ്കസ് ചെയ്യേണ്ട, ഇങ്ങനെ ഒരു സർജറിക്ക് പോവുകയാണെന്നുള്ള കാര്യം. പോയി വരട്ടെ, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് എടുത്തിട്ട് പോയിട്ട് വരിക. ബിഗ് ബോസിൻ്റെ ആൾക്കാർ, ബോഡി ഗാർഡ് എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. എന്ത് കാര്യത്തിനും സിജോ തളരണ്ട എന്നുള്ള സന്ദേശം കൂടി സിജോയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാവും. സിജോയെ പോലൊരു നല്ലൊരു ഗെയിമർ ബിഗ് ബോസിൻ്റെ അനിവാര്യ ഘടകം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ നടന്നത്. സിജോയ്ക്ക് എല്ലാവിധ ആശംസകളും. സിജോ ഇതുവരെ കീപ്പ് ചെയ്ത ഒരു മൈൻഡ് സെറ്റ് നല്ലത് തന്നെയാണ്. ഒരു പക്കാ ഗെയിമർ തന്നെയാണ്. സിജോനെ പോലെ ഒരു ഗെയിമർ അധികം നമ്മളിവിടെ കണ്ടിട്ട് ശീലിക്കാത്തൊരു ഗെയിമറാണ്. പക്കാ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു മാറ്റേഴ്സ് ഇൻ്റർഫിയർ ചെയ്യാത്ത നല്ലൊരു ഗെയിമർ. എന്തുകൊണ്ടും സിജോ തിരിച്ചു വന്ന് നല്ലൊരു ഗെയിമിൻ്റെ ഭാഗമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ബൈ. ബിഗ് ബോസ് സ്ട്രിക്റ്റായിട്ട് സിജോയ്ക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. വരുന്ന ആൾ, ഫ്രണ്ടാണോ ആരാണോ, വരുന്ന ആളുമായിട്ട് ഒരു കാരണവശാലും ബിഗ് ബോസിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യരുത്. വരുന്ന ആളും ഡിസ്കസ് ചെയ്യരുത്. കാരണം ഇതൊരു ഗെയിമാണ്. അത്രയും പഞ്ച്വലായിട്ട് അവർ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഗെയിമാണ്. അതിൻ്റെതായ മൊറാലിറ്റി ഉണ്ട്. അത് അവർ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിന് ഇതുവരെയായിട്ടും ചീത്തപ്പേരോ കാര്യങ്ങളോ ഇല്ലാത്തത്. ഓക്കെ, പലരും അതും ഇതൊക്കെ അവിടെ നിന്ന് പറയുമെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു പഞ്ച്വാലിറ്റി, മൊറാലിറ്റിയും അതിൻ്റെ ഒരു ജെനുവിനിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് സീക്രട്ടായിട്ട് വെക്കേണ്ട എല്ലാ കാര്യങ്ങളും അവർ സീക്രട്ടായിട്ട് വെക്കുന്നുണ്ട്. ആർക്കും അർഹതപ്പെടാത്ത ഒരു കാര്യങ്ങളോ സ്ഥാനമാനങ്ങളോ ഒരു പരിഗണനയോ ഒരു ഇമോഷനോ ഒന്നും ബിഗ് ബോസ് കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് ബിഗ് ബോസിൻ്റെ ഇതുവരെയുള്ള ഷോകൾ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ സിജോ ചോദിക്കുന്നുണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ, അതൊക്കെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്കിൽ പോലും തിരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെയാണ് ബിഗ് ബോസിൻ്റെതായ താല്പര്യം. അല്ലാണ്ട് അത് പരിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ബേസ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ. മറിച്ച് സിജോൻ്റെ ഭാഗത്തൊരു തെറ്റില്ല എന്നുള്ളത് ബിഗ് ബോസിന് അറിയാം. ഇത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഗെയിമിൻ്റെ ഭാഗമായിട്ട്, കണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് മാത്രം നടക്കുന്ന ഒരു പ്രൊവക്കേഷൻ്റെ ബേസിലാണ് സിജോയ്ക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് 100% സിജോയെ എല്ലാ തരത്തിലും ഡോക്ടർ ഫെസിലിറ്റി കൊടുത്താലും മെഡിക്കൽ കെയറിങ് ആയാലും എന്ത് കാര്യത്തിനും സിജോൻ്റെ കൂടെ തന്നെ ബിഗ് ബോസ് ഉണ്ടാവും.